കർണാടക മൂട അഴിമതി കേസിൽ ഇഡിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് സുപ്രീം കോടതി. ഇഡി എന്തിനാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതെന്ന് കോടതി ചോദിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് നൽകിയ ഇഡി നോട്ടീസ് റദ്ദാക്കിയ തീരുമാനവും കോടതി ശരിവെച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, ഇതിൽ രാഷ്ട്രീയപരമായിട്ട് കേന്ദ്ര ഏജൻസി ഉപയോഗിക്കുന്നു എന്നുള്ള വാദം സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വാദമാണ്. നിലവിലിപ്പോൾ എന്താണ് കോടതി വിഷയത്തിൽ കോടതി നിരീക്ഷണം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഇഡിക്കെതിരെ കോടതി വിമർശനം ഉന്നയിക്കുന്നത്? അക്ഷ മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മൂഡയുടെ ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കർണാടക മുഖ്യമന്ത്രി CM സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതി, അതുപോലെ തന്നെ അവിടുത്തെ സംസ്ഥാന മന്ത്രി B സുരേഷ് എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ സമൻസ് അയച്ചിരുന്നത്. ഈ സമൻസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കർണാടക ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഈ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നും ഈ സമൻസിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ അനുവദിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രൂക്ഷമായി വിമർശിച്ചത്. ഈ രാഷ്ട്രീയ യുദ്ധങ്ങൾക്ക് എന്തിനാണ് ഈ എൻഫോഴ്സ്മെന്റ് EDയെ ഉപയോഗിക്കുന്നതെന്ന ഒരു പരാമർശവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തു. ഇതിനുശേഷമാണ് കർണാടക ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചത്. അതായത് ഈ സമൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഈ കേസ് തീർപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്.